വെക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. തിയേറ്ററിൽ ആളില്ല. തിയേറ്റർ വ്യവസായം മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തുടരുമെന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം തിയേറ്ററിൽ വലിയ രീതിയിൽ ആളെത്തുന്ന സിനിമകൾ ഈ ഒരു വെക്കേഷൻ കാലത്ത് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ അതിനിടയിൽ അവർക്ക് ആശ്വാസമായ സിനിമകളായിരുന്നു പടക്കളം എന്ന് പറയുന്ന മൂവി, അതോടൊപ്പം തന്നെ ദിലീപിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തിനും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തിയേറ്ററിൽ ആളെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ തിയേറ്ററിലേക്ക് നല്ല രീതിയിൽ ആളെത്തിക്കാൻ കെൽപ്പുള്ള നല്ല സിനിമകൾ തിയേറ്ററിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ജൂൺ 5, ജൂൺ 6 തീയതികളിൽ പ്രതീക്ഷ ഉണർത്തുന്ന സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുണ്ട്. മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മൂവി. ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത്. കമലഹാസനാണ് ചിത്രത്തിലെ നായകൻ. ചിമ്പു, അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും ജോജു ജോർജ് എന്നിവരൊക്കെയാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ. നാളെ വ്യാഴാഴ്ചയാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത്. കമൽഹാസൻ, ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ തിയേറ്ററിലെത്തിയ വിക്രം എന്ന് പറയുന്ന ചിത്രത്തിന് വലിയ രീതിയിൽ തിയേറ്ററിൽ ആളെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വലിയ വിജയം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് മേലുള്ള പ്രതീക്ഷ. ജൂൺ 6 തീയതി പ്രതീക്ഷയോടുകൂടെ തിയേറ്ററിലെത്തുന്ന മറ്റൊരു മൂവിയാണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തി വലിയ വിജയം കൈവരിച്ച ചിത്രം വെള്ളിയാഴ്ച വീണ്ടും 4K വെർഷനിൽ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവുകയാണ്. മണിയൻ പിള്ള രാജു ആയിരുന്നു അന്ന് ഈ ഒരു ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പക്ക കളർഫുൾ മൂവിയാണ് ചോട്ടാ മുംബൈ. തലയും പിള്ളേരും ആ ഒരു കാലഘട്ടത്തിൽ കപ്പ് തൂക്കിയിട്ടുണ്ടായിരുന്നു. പുതിയൊരു കാലഘട്ടത്തിലും കപ്പ് ഇവർ തൂക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമ തിയേറ്ററിൽ വരുന്നത്. മോഹൻലാൽ, സിദ്ദിഖ്, ഭാവന, ഇന്ദ്രജിത്ത്, മണിക്കുട്ടൻ, സായ് കുമാർ, രാജൻ പിദേവ്, കലാപൻ മണി എന്നിവരെല്ലാം തകർത്ത് അഭിനയിച്ച മൂവിയായിരുന്നു ഈ ഒരു ചിത്രം. 2008 തിയേറ്ററിലെത്തിയ ഈ ഒരു ചിത്രം ആ ഒരു കാലഘട്ടത്തിലെ പക്ക കളർഫുൾ മൂവിയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ വേർഷനിൽ 4K വരുന്ന സമയത്ത് എത്രത്തോളം കളർഫുൾ ആയിരിക്കും സിനിമ എന്ന് നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ടറിയാം. ജൂൺ 6 വെള്ളിയാഴ്ച തന്നെ പ്രതീക്ഷയോടുകൂടെ തിയേറ്ററിലെത്തുന്ന മറ്റൊരു മൂവിയാണ് ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം. ആക്ഷേപഹാസ്യത്തോടു കൂടെ കഥ പറയുന്ന ചിത്രം മെയ് മാസം തിയേറ്ററിൽ എത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ സിനിമയുടെ റിലീസ് കാര്യങ്ങളെല്ലാം നീട്ടിവെക്കുകയായിരുന്നു. ഈ ഒരു മൂവിയും മികച്ചതായാൽ തിയേറ്ററിൽ ആളെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് തിയേറ്റർ ഉടമകൾക്കുള്ളത്. ആസിഫ് അലി ചിത്രങ്ങളെല്ലാം നല്ല രീതിയിൽ തിയേറ്ററിൽ ആളെ കൊണ്ടുവരാറുണ്ട്. ഈ അടുത്ത കാലത്ത് കിഷ്കിന്ദ കാണ്ഡവും രേഖാചിത്രവും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കൊണ്ടുവന്ന സിനിമയായിരുന്നു. എന്നാൽ സർക്കിട്ട് എന്ന് പറയുന്ന അവസാനം തിയേറ്ററിൽ എത്തിയ ആസിഫ് അലി ചിത്രം തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ചില്ല. മികച്ച സിനിമ എന്നുള്ള അഭിപ്രായം ആ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുനുജനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.